ഭാര്യയ്ക്ക് ഭർത്താവിനോട് ഒരുപാട് കടമയുണ്ട്. ഈ കടമയുള്ളതുപോലെ ഭർത്താവിനും തിരിച്ചങ്ങോട്ടുമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള കടമയേക്കാൾ കൂടുതൽ കടമ തിരിച്ചങ്ങോട്ടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉസ്താദേ, എൻ്റെ ഭാര്യ എന്നെ ബഹുമാനിക്കുന്നില്ല, എനിക്ക് അല്ലോ എന്നോട് സ്നേഹത്തോടെ പെരുമാറുന്നില്ല, അവൾ എൻ്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നില്ല, എന്നോട് എനിക്ക് തന്നെ വെച്ചേരുന്നില്ല, ഇങ്ങനെ പരാതി പറയല്ലോ. എന്തേ പരാതി പറയുന്നേ? മനുഷ്യ, നീ നിന്റെ ഭാര്യയോട് പാലിക്കേണ്ട ബാധ്യതകൾ നീ പാലിച്ചിട്ടുണ്ടോ? ആദ്യം നീ മനസ്സിലാക്കി. നിന്റെ ഭാര്യയോട് നിനക്ക് ഒരുപാട് 12ഓളം കടമകളുണ്ട്. ഈ കടമകൾ നീ പാലിക്കാറുണ്ടോ? നീ പാലിച്ചാൽ നിന്റെ ഭാര്യയോട് നീ ഒന്നും പറയണ്ട, അവൾ എല്ലാം നിനക്ക് ചെയ്തു തരും. നീ വീടിന്റെ അകത്ത് ചെന്നാൽ മതി, ഭക്ഷണം മുന്നിലുണ്ടാകും, നിന്റെ വസ്ത്രം കഴുകിത്തരും, നിന്റെ ഉമ്മാനെ നോക്കും, നിന്റെ ഉപ്പാനെ നോക്കും, നിന്റെ കൂടെ ഒരു പരാതി നിന്റെ ഭാര്യയ്ക്കില്ലെന്നേ. നീ പാലിക്കേണ്ട കടമകൾ പാലിച്ചു കഴിഞ്ഞാൽ നിന്റെ കുടുംബജീവിതം സന്തോഷത്തിലായി തീരും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോടുള്ള കടമകൾ എന്താ? ഈ സദസ്സിലിരിക്കുന്ന ഭർത്താക്കന്മാര് പഠിക്കുക. പെണ്ണുങ്ങളെ, ഇനി വയല് പറയുന്ന ഭർത്താവിനോട് നീ തിരിച്ചു ചോദിക്കണം, ഇക്ക, ഈ പറയുന്നതിൽ ഏതാ നിങ്ങൾ പാലിക്കണം? ഈ ഉസ്താദ് പറഞ്ഞ ഈ കാര്യങ്ങളിൽ ഇത്രയും കടമകൾ ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോടുണ്ട്, നിങ്ങളിൽ ഏതാണ് പാലിക്കുന്നത് എന്ന് തിരിച്ച് ഭർത്താവിനോട് ചോദിക്കണം. തമ്മിലടിക്കാനല്ല, അദ്ദേഹത്തിന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. അത് നിന്റെയും ബാധ്യതയാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഭാര്യ തെറ്റ് ചെയ്യുമ്പോൾ തിരുത്തി കൊടുക്കൽ ഭർത്താവിന്റെ കടമയാ. ഭർത്താവ് തെറ്റ് ചെയ്യുമ്പോൾ നീയും പറഞ്ഞു കൊടുക്കണം. അതിനുള്ള അവകാശം നിനക്കുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബികൾ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോടുള്ള കടമകൾ എന്താണ്? എന്റെ പ്രിയമുള്ളവരെ, നിസാരമായി തള്ളിക്കളയേണ്ട കാര്യമല്ല. ഇത് ചിരിച്ചു തള്ളാനുള്ളതല്ല, ഇത് നിസാരമായി കാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്റെ അവസാന പ്രഭാഷണമുണ്ടല്ലോ. ആ പ്രഭാഷണത്തില് 1,20,000 പരം വരുന്ന സ്വഹാബാക്കൾ തന്റെ മുന്നിൽ നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇത്തഖുല്ലാഹ ഫിന്നിസാ. 3 പ്രാവശ്യം അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരുടെ കാര്യത്തിൽ അല്ലാഹു